എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിലൂടെ SSLC, +2, ഡിഗ്രി, PG ആൻഡ് മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ബൈഫോർഗേഷൻ ചെയ്തുള്ളത് നമുക്ക് നോക്കാം. ബയോളജി സബ്ജക്റ്റ് കോഡ് 314. ടോട്ടൽ 31 ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ വരുന്നത്. അതിൽ പബ്ലിക് എക്സാമിനേഷന് വെറും 18 ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വരിക. 18 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കും. ടോട്ടൽ 5 മൊഡ്യൂളാണ് ബയോളജിയിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് ഡൈവേഴ്സിറ്റി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ലൈഫ്. ആ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ 2 ദ കിങ്ഡം മൊനേറ, പ്രൊട്ടക്റ്റിസ്റ്റ ആൻഡ് ഫംഗി. ചാപ്റ്റർ 3 കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമലിയ. ചാപ്റ്റർ 5 ടിഷ്യൂസ് ആൻഡ് അതർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആകെ 3 ചാപ്റ്റർ ആണ് ആ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ആകെ വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് ഫോംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നോക്കാം. ചാപ്റ്റർ 6 റൂട്ട് സിസ്റ്റം. ചാപ്റ്റർ 7 ഷോർട്ട് സിസ്റ്റം. ചാപ്റ്റർ 10 നൈട്രജൻ മെറ്റബോളിസം. ചാപ്റ്റർ 11 ഫോട്ടോസിന്തസിസ്. ചാപ്റ്റർ 12 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്. ചാപ്റ്റർ 15 സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. ചാപ്റ്റർ 17 കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, ദ നെർവസ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റംസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി. ഈ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം. ചാപ്റ്റർ 19 റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അതേപോലെ തന്നെ ചാപ്റ്റർ 21 റീപ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ. ചാപ്റ്റർ 22 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക്സ്. ചാപ്റ്റർ 23 മോളിക്കുലർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ. അതേപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാം. നാലാമത്തെ മൊഡ്യൂള് എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത്. ആ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 25 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി. ചാപ്റ്റർ 28 ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. അഞ്ചാമത്തെ മൊഡ്യൂൾ എമർജിംഗ് ഏരിയാസ് ഇൻ ബയോളജി. ആ മൊഡ്യൂളിൽ നിന്നും വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 30 ഇമ്മ്യൂണോ ബയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ ചാപ്റ്റർ 31 ബയോടെക്നോളജി. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 18 ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ. എജുവൽ എഡ്യൂക്കേഷൻ സെന്റർ.